ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയും ട്രഡീഷണൽ ബിസിനസ്സുമായിട്ടുള്ളൊരു കമ്പാരിസണാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി വളരെ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ധാരാളം ആൾക്കാർക്ക് കൺഫ്യൂഷനുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇതൊരു ബിസിനസ് തന്നെയാണോ അതോ ആളെ ചേർക്കുന്ന പരിപാടിയാണോ? ഇതിനെക്കുറിച്ചൊക്കെ പല ആൾക്കാർക്കും പലതരത്തിലുള്ള കൺഫ്യൂഷനുള്ളൊരു ഏരിയയാണ്. ഇത് ഒരു 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 ബിസിനസ്സാണോ അല്ലെങ്കിൽ ജെന്യൂനായിട്ടുള്ള ഒരു ബിസിനസ്സാണോ, ഇങ്ങനെയൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്. ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 10 വർഷത്തിൽ കൂടുതൽ ട്രഡീഷണൽ ബിസിനസ് എക്സ്പീരിയൻസും അതിൽ മാനുഫാക്ചറായിട്ടും മൾട്ടിനാഷണൽ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ വളരെ വലിയ ടേൺ ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ബിസിനസ്സുകാരുമായിട്ട് വളരെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം ചെറുപ്രായത്തിൽ തന്നെ കിട്ടിയിട്ടുള്ളതുകൊണ്ടും അതിനുശേഷം ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഏകദേശം 15 വർഷത്തോളം ഉള്ള എക്സ്പീരിയൻസിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ ആണ് ഞാൻ ഇന്ന് ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കുന്നത്. പല ആൾക്കാർക്കും ഇത് ഒരു മിക്കവാറും അൺഫോർച്ചുനേറ്റ്ലി പല ഇല്ലീഗൽ പിരമിഡ് സ്കീമുകാരും മണി ചെയിൻ കമ്പനികളും ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളും ഒക്കെ നടത്തുന്ന ആൾക്കാർ എല്ലാവരും തന്നെ പറയാറുള്ളത്, ഞങ്ങളും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ആണ്, ഇതും അതും തമ്മിലൊന്നും ഡിഫറൻസ് ഇല്ല, എല്ലാം ഒന്ന് തന്നെയാണ് എന്നൊക്കെ ആണ് പല ആൾക്കാരും പറയുന്നത്. അല്ലെങ്കിൽ അതുപോലത്തെ അനുഭവങ്ങൾ പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ ധാരാളം ആൾക്കാർ ഇതുപോലത്തെ ട്രാപ്പുകളിൽ പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് പല ആൾക്കാർക്കും ഇതെല്ലാം ഒന്നാണെന്നുള്ള ധരിക്കുന്നവരുണ്ട്, ഇതെല്ലാം തട്ടിപ്പാന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇത് ഇന്ന് ലോകം മുഴുവൻ ഏറ്റവും ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലും ചൈനയിലും ഒക്കെ വലിയ കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവർ നടന്നുകൊണ്ടിരിക്കുന്ന, മില്യൺസ് ടേൺ ഓവർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. എന്തിന് നമ്മളുടെ വളരെ ചെറിയ രാജ്യങ്ങളായിട്ടുള്ള മലേഷ്യ അതുപോലത്തെ ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് പോലും വലിയ ടേൺ ഓവർ നടന്നുകൊണ്ടും വലിയ ഗ്രോത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയും ധാരാളം ആൾക്കാർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഈ ഒരു ഇൻഡസ്ട്രി അതിനേക്കാളൊക്കെ വളരെ ചെറുതാണ്. അതായത് മലേഷ്യ പോലത്തെയൊക്കെ ചെറിയ ചെറിയ രാജ്യങ്ങളെക്കാളും വളരെ അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ 1/3 ടേൺ ഓവറേ ഇന്നും ഈ ഇൻഡസ്ട്രിക്ക് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തത ഗവൺമെൻറ്റിന് തന്നെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ കേരള ഗവൺമെൻറ് അതിനെ, കാരണം ഒരു 10-15 വർഷം മുമ്പ് ഉണ്ടായിരുന്നൊരു ക്ലാരിറ്റി അല്ല ഇന്ന് ഗവൺമെൻറ്റിനുള്ളത്. ഗവൺമെൻറ് അതിന് ഒരു വ്യക്തമായൊരു ഗൈഡ് ലൈൻ കൊണ്ടുവരികയും നാഷണൽ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ ഇതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഇൻഡസ്ട്രിയുടെ വളർച്ച വളരെ വലുതാണ്. ഇതിനകത്ത് ധാരാളം ആൾക്കാർക്ക് അവസരം കൊടുക്കാവുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, ധാരാളം ആൾക്കാർക്ക് അവസരം കിട്ടാവുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതോടൊപ്പം ധാരാളം ഇതിനകത്ത് തട്ടിപ്പ് സ്കീമുകളും ഒക്കെ ഇതിനകത്ത് ഈ ഇൻഡസ്ട്രിയിൽ മറ്റുള്ള ഇൻഡസ്ട്രികളിലുള്ള പോലെ തന്നെ ധാരാളം തട്ടിപ്പ് സ്കീമുകളും ഇതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷം ഈ ഇൻഡസ്ട്രിയും ട്രഡീഷണൽ ബിസിനസ്സുമായിട്ട് നോക്കുമ്പോൾ ഞാനെങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബിസിനസ്സും മറ്റേത് ബിസിനസ്സിനെ പോലെ തന്നെ വോളിയം ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സാണ്. ടേൺ ഓവർ എത്ര ടേൺ ഓവർ കൂടുതലുണ്ടോ അതിനനുസരിച്ചാണ് മിക്കവാറും എല്ലാ കമ്പനികളും ഇൻകം കൊടുക്കുന്നത്. മാർക്കറ്റിംഗ് പ്ലാനിൽ അവിടെ കുത്തും കോമയൊക്കെ ഡിഫറൻസ് ഉണ്ടാകും. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികളൊക്കെ തന്നെ എല്ലാവരും തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഓൾ സെയിം ആണ്. മാർക്കറ്റിംഗ് പ്ലാൻ ചെറിയ ചെറിയ ഡിഫറൻസുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും പറയും ഞങ്ങളുടെയാണ് ഏറ്റവും ബെസ്റ്റ്, ഇങ്ങോട്ട് ഞങ്ങളുടെ കമ്പനി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചിലപ്പോൾ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നവർ പറയുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് ഓൾ സെയിം ആവും. ചെറിയ ഡിഫറൻസുകളൊക്കെ ഉണ്ടാവാം. അത് ഹൈലൈറ്റ് ചെയ്ത് ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്നു എന്നല്ലാതെ ഓൾമോസ്റ്റ് ഓൾ സെയിം തന്നെയാണ്. കാരണം ഒരു ഇത്ര സർട്ടൺ പെർസെൻറ്റേജ് എമൗണ്ട് അവർ മാർക്കറ്റിങ്ങിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പൈസയാണ് കൊടുക്കുന്നത്. ചെറിയ ചെറിയ ഡിഫറൻസുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാമില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അന്നേരം അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രികളെ അനുസരിച്ച് വേരിയേഷനും വരും. FMCG പ്രോഡക്റ്റിൻ്റെ മാർജിൻ ആയിരിക്കില്ല ഒരു ഇൻ്റലക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കേണ്ട ഒരു പ്രീമിയം പ്രോഡക്റ്റിനെ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്ത് കൺവിൻസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യേണ്ടതുണ്ടാവാം. ചിലപ്പോൾ മറ്റ് പ്രോഡക്റ്റ് വേറെ ഇൻഡസ്ട്രിയിൽ, അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ ഹൈ വോളിയം ഇൻഡസ്ട്രിയാണ്, അതിനകത്ത് ചിലപ്പം മാർജിൻ ഡിഫറൻസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ
വോളിയം കൂടുതൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പം ഗോൾഡിൻ്റെ മാർജിനല്ല വേറൊരു സാധനത്തിൻ്റെ മറ്റ് നോർമൽ പ്രോഡക്റ്റിൻ്റെ ഈ ഡിഫറൻസുകൾ ഉണ്ടാവും. അത് ട്രഡീഷണലായിട്ട് ബിസിനസ് ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നുള്ളതേ ഉള്ളൂ. കാരണം വോളിയം ഉള്ള പ്രോഡക്റ്റ് കാറ്റഗറികൾക്ക് ഉള്ള മാർജിൻ ആയിരിക്കില്ല വോളിയം കുറവുള്ളതും ഉള്ള ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്കും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. അത് അത്ര മാത്രമേ ഉള്ളൂ. മാർക്കറ്റിംഗ് പ്ലാനിൻ്റെ ഭംഗി കൊണ്ട് മാത്രമല്ല, ഇതിനെല്ലാം കൂടെ ഒരു ടോട്ടാലിറ്റിയാണ് ഇതിനകത്ത് ഉണ്ടാവേണ്ടത്. നല്ല കമ്പനി, നല്ല പ്രോഡക്റ്റ്, മാർക്കറ്റിംഗ് പ്ലാൻ, ടീം, ഇതെല്ലാത്തിൻ്റെയും കൂടെ ഒരു ടോട്ടാലിറ്റിയാണ് ഒരു ലെവലിലേക്ക്, ഹയർ ലെവലിലേക്ക് കയറുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ട് ഈ ഇൻഡസ്ട്രി ഇന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് KPMG, അതുപോലെ FICCI, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, ഇവരൊക്കെ അവരുടെയൊക്കെ റിപ്പോർട്ടുകൾ പ്രകാരം 2025 ഏകദേശം 64,500 കോടി ടേൺ ഓവർ വരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പം അത്ര ഫാസ്റ്റായിട്ടുള്ളൊരു ഗ്രോത്ത് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയിൽ സ്വാഭാവികമായിട്ടും ധാരാളം ആൾക്കാർക്ക് ഓൺട്രപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഇതിനകത്ത് സൃഷ്ടിക്കപ്പെടും. പക്ഷേ ഇതിനകത്ത് നെല്ലും പതിരും വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഇതിനകത്ത് ഒത്തിരി നെഗറ്റീവ് സൈഡും ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ്, ഇപ്പം ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതിവേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇതിൽ ധാരാളം ആൾക്കാർക്ക് തൊഴിലവസരം സൃഷ്ടിക്കപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റുകളെല്ലാം തന്നെ, സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ഈ ഒരു ഇൻഡസ്ട്രിയെ വളരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇതൊരിക്കലും ഒരു ഫാസ്റ്റായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്കീമാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. ധാരാളം ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ധാരണയുണ്ട്. അങ്ങനെയുള്ളവരാണ് പലപ്പോഴും ഈ ട്രാപ്പുകളിലെല്ലാം പോയി പെടുന്നത്. കാരണം ഇതെല്ലാം ഒരുപോലെയാണ് എന്ന് വിശ്വസിപ്പിച്ച് അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിലോ മണി ചെയിനുകളിലോ ഒക്കെ ധാരാളം ആൾക്കാർ കൊണ്ട് പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെല്ലാം ഇതെല്ലാം ഈ ഇൻഡസ്ട്രി മൊത്തമായിട്ടെല്ലാം തട്ടിപ്പാണ് എന്ന് വിചാരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഒരിക്കലും ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒരു തട്ടിപ്പ് ആയിട്ടുള്ളൊരു ബിസിനസ് മോഡലല്ല. ലോകം മുഴുവൻ അംഗീകരിച്ച, ലോകം മുഴുവനും വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയും ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ വരുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഈ ഇൻഡസ്ട്രി തരുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്ന്, ധാരാളം സാധാരണ ആൾക്കാർക്ക് വളരെ ഹയർ ലെവലിൽ വളരാനുള്ള ഒരു പോസിബിലിറ്റി ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഏതൊരാളും ശരിയായ രീതിയിലുള്ള ഒരു കമ്പനിയുടെ കൂടെയും ശരിയായ രീതിയിലുള്ള ആൾക്കാരുടെ കൂടെയാണ് വരുന്നെങ്കിൽ, ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയുടെ കൂടെയാണ് വരുന്നവർക്കെല്ലാം തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. റിസർവ്ഡ് പൊസിഷൻസ് ഇല്ല. എല്ലാ ആൾക്കാരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ ലെവലിലായിരിക്കും. അവിടുന്ന് വർക്ക് ചെയ്ത് അവരുടെ ഓവർ എ പീരീഡ് ഓഫ് ടൈം അവർ വർക്ക് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ബിസിനസ്സിനും മറ്റേത് ബിസിനസ്സിനും ചെയ്യുന്ന പോലെ തന്നെ ഈ ബിസിനസ്സിന് വേണ്ടി വരുന്ന കാര്യങ്ങൾ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കയറി വന്നാൽ മറ്റൊരു ഇൻഡസ്ട്രിക്കും തരാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങൾ ഇൻകത്തിനോടൊപ്പം ഈ ഇൻഡസ്ട്രിക്കകത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. മാനിപ്പുലേറ്റേഴ്സ് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഇൻഡസ്ട്രിയിലും ധാരാളം മാനിപ്പുലേറ്റേഴ്സ് ഉണ്ട്. ആ മാനിപ്പുലേറ്റേഴ്സിനെ ആയിട്ട് ഡീൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള പല ആൾക്കാരും പറയും ഇതെല്ലാം തട്ടിപ്പാന്നായിരിക്കും പറയുന്നത്. പക്ഷേ ആ മാനിപ്പുലേറ്റേഴ്സ് അല്ലാതെ ഇത് ജെന്യുവനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ലീഗലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികൾ ധാരാളമുണ്ട്. അവരെല്ലാം തന്നെ ഒത്തിരി ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതൊരിക്കലും ഫാസ്റ്റ് മണി ആണെന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മറ്റെന്തോ ട്രാപ്പാണെന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കുക. ഇത് ഒരിക്കലും ഫാസ്റ്റ് മണി സ്കീമല്ല. മറ്റേത് ബിസിനസ്സുകളെ പോലെ തന്നെ ഇതും സിസ്റ്റമാറ്റിക്കായിട്ട് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ ഏതൊരു സാധാരണക്കാരനും ഇതിന് വേണ്ടി വരുന്ന സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുകയും അതിന് വേണ്ടി വരുന്ന ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളർന്നു വരികയും ശരിയായ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കാലാകാലങ്ങളോളം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇൻകം കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ വീഡിയോയിൽ ആ ഒരു ടോപ്പിക്കാണ് പ്രധാനമായിട്ടും ഞാൻ കവർ ചെയ്യുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കമ്പനികൾ മിഡിൽമാൻമാരെയും ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി വരുന്ന മിഡിൽമാൻമാരെ അഡ്വർടൈസ്മെൻറ്റും ഒഴിവാക്കി കൺസ്യൂമറിലേക്ക് നേരിട്ട് എത്തുന്ന ഇൻഡസ്ട്രിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ ആശയം. അത് ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഒരു മഹത്തായ ആശയമാണ് താനും. ഇതിൽ എല്ലാ ആൾക്കാർക്കും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒന്ന്,
കമ്പനികൾക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കസ്റ്റമർ അക്വിസിഷൻ ഇതുപോലുള്ള സാധാരണ ആൾക്കാരിലൂടെ അവരുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരിലേക്ക് അവർ പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് എത്തിക്കുന്നത് കൊണ്ട് കസ്റ്റമർ അക്വിസിഷൻ വളരെ എളുപ്പമാണ്, അതിൻ്റെ പെനട്രേഷൻ വളരെ ഹൈ ആണ്. കാരണം കസ്റ്റമർ അക്വിസിഷൻ ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു TV അഡ്വർടൈസ്മെൻ്റൊക്കെ ക്രെഡിബിലിറ്റി വളരെ കുറവാണ്. ഈ TV ആണേലും മീഡിയ മൊത്തത്തിൽ നമുക്ക് കാരണം അറിയാം, ഇഷ്ടംപോലെ ടു മച്ച് ഇതാണ് അഡ്വർടൈസ്മെൻറ്റ് എല്ലാ ദിവസവും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനേക്കാളും എപ്പോഴും ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമ്മളെ ഒരു ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരോട് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റുകളൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ഉള്ള സാധ്യത കൂടും. ആ കസ്റ്റമർ അക്വിസിഷൻ കമ്പനിയെ സംബന്ധിച്ച് എളുപ്പമാണ് ഈ ഒരു സിസ്റ്റത്തിലൂടെ. രണ്ടാമതുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കസ്റ്റമർ റീറ്റെയിൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. ആ കസ്റ്റമറെ ഈ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലൂടെ, അതായത് ഒരാൾ അദ്ദേഹത്തിൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുകയും ആ പ്രൊഡക്റ്റിനെ സർവീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യാനും ഇന്ന് പല കമ്പനികളും ഒരു അവരുടെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അതും ഇവിടെ ടേക്ക് കെയർ ചെയ്യപ്പെടുന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ച്, സാധാരണ ഒരാളെ സംബന്ധിച്ച്, വളരെ സാധാരണ ആൾക്കാർക്കും വളരെ ഹയർ ലെവലിൽ വർക്ക് ചെയ്യാൻ അവർക്ക് ശക്തമായിട്ടുള്ളൊരു ഒരു ഡിസയർ ഉണ്ടെങ്കിൽ അവർക്ക് ഹയർ ലെവലിലേക്ക് വളർന്നു പോകാനായിട്ട് ഏറ്റവും എളുപ്പമായ മറ്റേത് ബിസിനസ്സിനേക്കാളും കോംപ്ലിക്കേഷൻ ഇല്ലാതെ വളർന്നു പോകാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. മൂന്നാമത്, ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ടാക്സ് ഇവേഷനുള്ള ചാൻസസ് ഏറ്റവും കുറവാണ്. കാരണം ഇതിനകത്ത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നൊരു കമ്പനിയാണെങ്കിൽ കാരണം ഇതെല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഏറ്റവും സാധാരണ ഒരാൾ ഒരു പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യുന്നതിൻ്റെ ടേൺ ഓവർ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആൾക്കാർക്കും ആ ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻകമാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഉള്ള സെയിൽ ടാക്സ് പോലത്തെ ലോക്കൽ ടാക്സുകൾ ഒന്നും തന്നെ ഗവൺമെൻറ്റിന് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വേറൊരു അഡ്വാൻറ്റേജ്. അതുകൊണ്ട് കമ്പനികൾക്കും പൊതുജനത്തിനും ഗവൺമെൻറ്റിനും നല്ലതായ ആശയമായതുകൊണ്ടാണ് ലോകം മുഴുവനും ഈ ഇൻഡസ്ട്രി അതിവേഗതയിൽ വളരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഏറ്റവും പ്രധാനപ്പെട്ട 15 പോയിൻറ്റ്സാണ് ഞാൻ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 പോയിൻറ്റ്സ് ഈ ഇൻഡസ്ട്രിയിൽ വരുന്നവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജാണ് ഞാൻ പറയുന്നത്. ശരിയായ രീതിയിലുള്ളൊരു ഒരു കമ്പനിയിലും ശരിയായ രീതിയിലുള്ള ആൾക്കാരുടെയും കൂടിയാണെങ്കിൽ. നമ്പർ 1, ഏറ്റവും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു വലിയ ലോണുകളോ വലിയ ബാധ്യത ഇല്ലാതെ തന്നെ ഒരു നോമിന വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങുകയും അതിനെ വലിയ ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് വലിയ ടേൺ ഓവറിലേക്ക് ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് വരാനായിട്ട് സാധിക്കും. ഒരു ട്രഡീഷണൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലോൺ വേണ്ടി വരും. മിക്കവാറും ആൾക്കാരെ സംബന്ധിച്ച് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി വരുന്ന ലോൺ എടുക്കുകയാണ് ചെയ്യുക. ഇവിടെ പ്രത്യേകിച്ച് വലിയ ലോണൊന്നും എടുക്കാതെ തന്നെ സാധാരണ ഒരാൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്പർ 1. നമ്പർ 2, ഇതിന് പ്രത്യേകിച്ച് ഫാക്ടറിയോ ഗോഡൗൺ സ്പേസോ ഇതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ മന്ത്ലി ഓവർഹെഡ്സ് മറ്റ് സാധാരണ ഒരു ട്രഡീഷണൽ ബിസിനസ്സിന് ഒരു മന്ത്ലി ഓവർഹെഡ്സ് എന്തായാലും വരും. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ റെൻറ്റ് വരും, സ്റ്റാഫ് സാലറി ചിലപ്പം വരും, ഇതെല്ലാം തന്നെ ഇൻട്രസ്റ്റ് വരും. ഇതെല്ലാം തന്നെ സാധാരണ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്ക് ഫസ്റ്റ് മന്ത് മുതൽ വരുന്നതാണ്. പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് നെക്സ്റ്റ് മന്ത് മുതൽ ഇതുപോലത്തെ ഒരു ഫിക്സഡ് ഓവർഹെഡ്സ് വരുന്നില്ല എന്നുള്ളതാണ് സെക്കൻഡായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് പറയാൻ പറ്റുന്നത്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, ഇവിടെ ട്രഡീഷണൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഒരു ആ ബിസിനസ്സിൻ്റെ എല്ലാ മേഖലയെക്കുറിച്ചും ഏകദേശ ധാരണയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫിനാൻസ് മാനേജ് ചെയ്യാൻ അറിഞ്ഞിട്ടുണ്ടാവണം, പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ മാനേജ് ചെയ്യാനായിട്ട് ഉള്ള എക്സ്പെർട്ടൈസ് ഉണ്ടാവണം, മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവണം, അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവണം. ഇതെല്ലാം ഒരു ഓൾറൗണ്ടറെ പോലെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ട്രഡീഷണൽ ബിസിനസ് ഒന്ന് വിജയിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേ സ്ഥാനത്ത് ഈ ഒരു ഇൻഡസ്ട്രി ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇവിടെ മാർക്കറ്റിംഗ് മാത്രമാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടി വരുന്നത്. ബാക്കി നോർമൽ ഒരു ബിസിനസ്സിൽ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അക്കൗണ്ടിങ് മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത്
കമ്പനികൾ തന്നെയാണ്. അവരുടെ എല്ലാ മാസവും സ്റ്റേറ്റ്മെൻറ്റ് മിക്കവാറും എല്ലാ കമ്പനികളും കൊടുക്കും. അതുകൊണ്ട് ആ ഏരിയ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് വേറെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അടുത്ത നാലാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ അവിടെ നമ്മൾ വർക്ക് ചെയ്ത്, നമ്മൾ മിസ്റ്റേക്കുകൾ ചെയ്ത്, നമ്മൾ കറക്റ്റ് ചെയ്ത്, നമ്മൾ ലേൺ ചെയ്ത്, നമ്മൾ ഗ്രോ ചെയ്യണം. നമ്മളെക്കാളും എക്സ്പീരിയൻസ് കൂടിയ ഒരാൾ നമ്മളെ ഗൈഡ് ചെയ്യാനുണ്ടാവില്ല. നമ്മളെക്കാളും എക്സ്പീരിയൻസ് കൂടിയ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റർ ആയിരിക്കും ഒബ്വിയസ്ലി. അതായത് നമ്മൾ ആ ഇൻഡസ്ട്രിയിൽ നോർമൽ ഏത് ഇൻഡസ്ട്രിയിലും നമ്മൾ നിൽക്കുമ്പം നമ്മളെക്കാളും നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന് പറയുന്നയാൾ മിക്കവാറും നമ്മുടെ കോമ്പറ്റീറ്റർ ആയിരിക്കും. അവരാരും നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് സാധ്യത ഒന്നും തന്നെ ഇല്ല. നോർമലി നമുക്ക് അവിടുന്ന് ഒരു ഹെൽപ്പ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയില്ല, കാരണം എന്നും നമ്മളുടെ കോമ്പറ്റീറ്റർ ആയിരിക്കും. അതേ സ്ഥാനത്ത് ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് മുമ്പ് നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകൾ ചെയ്ത പല ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനും അവരിൽ നിന്ന് നമുക്ക് ലേൺ ചെയ്യാനും ആ മിസ്റ്റേക്കുകൾ ഒഴിവാക്കി നമുക്ക് ശരിയായ ഡയറക്ഷനിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് എളുപ്പമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത. അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ലേബർ എന്ന് പറയുന്ന ഒരു കാര്യം നോർമൽ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്, ഇന്ന് പ്രത്യേകിച്ച് വലിയ ടേൺ ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലുതും ചെറുതുമായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം, അവർക്ക് ഒരു നല്ല സ്റ്റാഫിനെ അവൈലബിലിറ്റി വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അത് മിക്കവാറും എല്ലാ ബിസിനസ്സുകാരോടും സംസാരിച്ച് കഴിഞ്ഞാൽ പറയുന്നൊരു പ്രശ്നമാണ്. ഇവിടെ ഒരു വശം നമ്മൾ ജോലി ഇല്ല എന്ന് പറയുമ്പോഴും മറുവശം എംപ്ലോയീസ് ആയിട്ടുള്ളവർ പലരും പറയുന്നത് അവരുദ്ദേശിക്കുന്ന ക്വാളിറ്റി ഉള്ള സ്റ്റാഫിനെ കിട്ടുന്നില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അല്ലെ, ഉള്ളവർ തന്നെ നിൽക്കുന്നില്ല. പണ്ടത്തെ പോലെ ഒരു ജോലിയിൽ കയറിയിട്ട് റിട്ടയർ ആകുന്നിടം വരെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൺസെപ്റ്റ് മാറിക്കഴിഞ്ഞു. അതായത് ഒരു 6 മാസത്തിനിടയിലെങ്കിലും ജോലി മാറിയില്ലെങ്കിൽ എന്തോ വലിയ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് മാറിക്കഴിഞ്ഞു. മിക്കവാറും നിങ്ങൾ കാണാൻ പറ്റും, മിക്കവാറും എല്ലാ കടകളിലും പണ്ടൊക്കെ ഒരു ജോലി കിട്ടാൻ ആപ്ലിക്കേഷനുമായിട്ട് ആൾക്കാർ നടക്കുന്ന സമയത്ത് ഇന്ന് മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളുടെ മുമ്പിലും സ്റ്റാഫിനെ വേണം, സ്റ്റാഫ് വാണ്ടഡ് എന്നും പറഞ്ഞ് ബോർഡുകൾ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഇവർക്ക് എല്ലാവർക്കും തന്നെ അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള സ്റ്റാഫിനെ കിട്ടുന്നില്ല, അല്ലെ കിട്ടുന്നവർ നിൽക്കുന്നില്ല. ഇവിടെ ഈ ഇൻഡസ്ട്രിയിൽ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഒരു എംപ്ലോയിയുടെ ആവശ്യമില്ലാതെ തന്നെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് പോകാം. അതാണ് വേറൊരു പ്രത്യേകത. അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നോർമൽ ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ഉള്ള ഡീൽ ചെയ്യുന്നത് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ഫുഡ് പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ലൈസൻസ്, അല്ലെ അതിൻ്റെ നൂലാമാലകൾ, അതിൻ്റെ ഓഫീസുകൾ കയറി ഇറങ്ങുക, അല്ലെ മറ്റ് പല ഗവൺമെൻറ് ഓഫീസുകളിൽ കയറി ഇറങ്ങുകയും ഒക്കെ ആണ് ചെയ്യേണ്ടി വരുന്നെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് അതുപോലത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ മിക്കവാറും കമ്പനിയാണ് ടേക്ക് ഓവർ ചെയ്യുന്നത്. ഒരു സാധാരണ ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ച് ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ ഉള്ള അതുപോലുള്ള നൂലാമാലകളുടെ 10% പോലും വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വേറൊരു അഡ്വാൻറ്റേജ്. ഒരു ട്രഡീഷണൽ ബിസിനസ് ചെയ്തിട്ടുള്ള നല്ല ലെവലിൽ ചെയ്തിട്ടുള്ള ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതുപോലത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി എന്തുമാത്രം സമയം, എന്തുമാത്രം എനർജിയാണ് നോർമൽ ഒരു ബിസിനസ്സുകാരന് ചിലവായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വക തലവേദനകളൊന്നും തന്നെ ഇല്ലാതെ ഒരു ബിസിനസ്സിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം, ഇവിടെ ഹ്യൂജായിട്ടുള്ള സ്റ്റോക്കൊന്നും തന്നെ ആവശ്യമില്ല. വലിയ ലക്ഷങ്ങളോ കോടികളോ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരികയും നമ്മളെപ്പോലെ തന്നെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള മറ്റുള്ള പല ആൾക്കാരെയും അവരും ചെറിയ ടേൺ ഓവർ ചെയ്യുമ്പം അതൊരു വലിയ ടേൺ ഓവറായി മാറുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് ലോഡ് എടുക്കേണ്ട ആവശ്യമില്ല, ലോഡ് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത. നോർമൽ ഒരു ബിസിനസ്സിലും ചില ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾ ആളെ കണ്ടുപിടിക്കണ്ടേ എന്ന് പറഞ്ഞാൽ അതിന് മറുവശം പറയുകയാണെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ആളെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നോർമൽ ട്രഡീഷണൽ ബിസിനസ്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ വേറെ ആളെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. നമ്മൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും ഈ കാര്യങ്ങളൊക്കെ. ഒരുപക്ഷെ വീട്ടിലുള്ളവർ പോലും ഇന്നത്രം പല ആൾക്കാർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളവരെ അറിയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് കൂടുതൽ ടേൺ ഓവർ കൂട്ടാനായിട്ട് നമ്മൾ വേറ്റ ആളെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് വേറൊരു ഏറ്റവും വലിയ പ്രത്യേകത. അടുത്ത ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ പുതിയ ഏരിയ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് തന്നെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സും.
നോർമലി ഒരു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇപ്പോൾ എൻ്റെയൊക്കെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത് നമ്മളൊരു താലൂക്കിൽ ഒരു മിക്കവാറും എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളും ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നത് മാക്സിമം എന്നാൽ ഒരു താലൂക്ക് അല്ലെ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെയാണ് ചിലപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റ് കൊടുക്കും. അടുത്ത ഏരിയയിലേക്ക് അവർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ അല്ലാതെ പുതിയൊരു ഏരിയയിൽ പോയി ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും അത് കമ്പനി അലോ ചെയ്താൽ വീണ്ടും ടേൺ ഓവർ കൂടുതലുണ്ടാക്കാൻ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരേണ്ടി വരും, കൂടുതൽ ലോൺ എടുക്കേണ്ടി വരും. അതായത് ടേൺ ഓവർ കൂടുന്നതിനനുസരിച്ച് മിക്കവാറും ബാങ്കിൻ്റെ ലോണും കൂടിക്കൊണ്ടിരിക്കുന്നു. ബാങ്കിലോ ചിലപ്പം അല്ലാത്ത കേസിൽ പുറത്തുനിന്നോ അതിനേക്കാൾ കൂടിയ പലിശയ്ക്കോ പുറത്തുനിന്നോ പണം കൊണ്ടുവരേണ്ടി വരും. പക്ഷെ ഇവിടെ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നമുക്ക് ടേൺ ഓവർ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. കാരണം അഡീഷണൽ ആയിട്ട് നമ്മൾ തന്നെ വീണ്ടും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി മറ്റു പല ആൾക്കാരും വരുമ്പോൾ അത് പുതിയ ഏരിയ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അഡീഷണലായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വേറെ ഏറ്റവും വലിയ എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകത, സാധാരണ ഒരു ബിസിനസ്സിൽ ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അവർ ഡീൽ ചെയ്യുന്ന അവർക്ക് കിട്ടുന്ന ഇൻഡസ്ട്രീസ്, അവരുടെ വെർട്ടിക്കൽസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഇൻഡസ്ട്രിയോ അല്ല 2 ഇൻഡസ്ട്രിയോ ഒക്കെ ആയിരിക്കും മാക്സിമം അവർ ഡീൽ ചെയ്യുന്നത്. മിക്കവാറും ആൾക്കാരൊക്കെ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലാണ് മിക്കവാറും എല്ലാവരും തന്നെ ഒരു ബിസിനസ് ചെയ്യുന്നെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വരുന്നവരെ സംബന്ധിച്ച് ഓൾറെഡി അത് ഡൈവേഴ്സിഫൈഡ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. പല കമ്പനികളെ സംബന്ധിച്ചും FMCG പ്രൊഡക്റ്റുകളുണ്ട്, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ പ്രൊഡക്റ്റുകളുണ്ട്, അതുകൂടാതെ ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകളുണ്ടാവാം, അഗ്രികൾച്ചർ സെഗ്മെൻ്റ് ഉണ്ടാവാം. അപ്പോൾ പല മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ് ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യാൻ വളരെ ചുരുക്കം ബിസിനസ്സുകൾക്ക് സാധിക്കുകയുള്ളൂ. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഈ ഓൾറെഡി ഡൈവേഴ്സിഫൈഡ് ഒരു ബിസിനസ് മോഡലായതുകൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ ഏത് ഇൻഡസ്ട്രി ഗ്രോ ചെയ്താലും ഇതിൽ വരുന്ന ഒരാൾക്ക് അതിൽ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ഭാഗം ആ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിൻ്റെയും ഭാഗമാകാൻ പറ്റും. അതേ സ്ഥാനത്ത് നോർമൽ ഒരു ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയിൽ വരുന്ന ത്രെട്ട് അല്ലെ അതിലൊരു സെറ്റ് ബാക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അഫക്റ്റ് ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു അഡ്വാൻറ്റേജ്. വേറൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ലോക്കലായിട്ട് വരുന്ന കലാമിറ്റീസ്, ലോക്കലായിട്ട് വരുന്ന ഇഷ്യൂസ് എല്ലാം തന്നെ ഒരു ട്രഡീഷണൽ ബിസിനസ്സിനെ ബാധിക്കാറുണ്ട്. കാരണം അത് ലോക്കലൈസ്ഡ് ആണ്. ഒരു റീറ്റെയിൽ ഷോപ്പുണ്ട്, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഏരിയയിൽ സപ്പോസ് കാർഷിക മേഖലയിൽ ആണ് ആ ഒരു ഷോപ്പല്ല ആ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അവിടെ കാർഷിക മേഖലയിൽ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും, ഒരു പക്ഷേ അവിടെ ആ കാർഷിക മേഖലയിൽ തകർച്ച നേരിട്ടു, ഈ വർഷം ഉൽപ്പാദനം ഉണ്ടായില്ല, സ്വാഭാവികമായിട്ട് ആൾക്കാരുടെ പൈസ ഉണ്ടാവില്ല, ആ ആൾക്കാർ ഒരു സാധനങ്ങളും പർച്ചേസ് ചെയ്യാനായിട്ട് വരുന്നില്ല, സ്വാഭാവികമായിട്ട് ബിസിനസ്സിനെ ബാധിക്കും. ആ ഒരു പക്ഷേ ലക്ഷങ്ങളോ കോടികളോ മുടക്കി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷോപ്പ് ഓണർക്ക് ആ കടയെടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് പോയി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അവരവിടെ നിന്ന് സർവൈവ് ചെയ്തേ മാത്രമേ മതിയാവുള്ളൂ. അപ്പോൾ ലോസ് ഉണ്ടാവും. പ്രാദേശികമായിട്ട് വരുന്ന എല്ലാ ഇഷ്യൂസും ആ നോർമൽ ബിസിനസ്സുകളെ ബാധിക്കും. അതേ സ്ഥാനത്ത് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ ഏരിയ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്തതുകൊണ്ട് മറ്റുള്ള ഏരിയയിലേക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരെ കാര്യമായിട്ട് ബാധിക്കില്ല. കാരണം ഒരു ഏരിയയിൽ മോശമുണ്ടെങ്കിൽ വേറൊരു ഏരിയയിൽ നന്നായിട്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള ഇഷ്യൂസ് പലപ്പോഴും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായിട്ട് ബാധിക്കുകയില്ല. അതാണ് വേറൊരു ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു കാര്യം. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ഇഷ്ടം പോലെ ഇപ്പം ഫ്ലഡായിട്ടും അതുപോലെ കൊറോണയായിട്ടും നമ്മളിതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും പ്രത്യേകിച്ച് കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് നമ്മൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെയുള്ള കലാമിറ്റീസ് പൊതുവെ ഈയൊരു ബിസിനസ് രംഗത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. വേറൊരു എടുത്തു പറയാവുന്ന പ്രത്യേകത, ധാരാളം യാത്ര ചെയ്യാനും ധാരാളം പുതിയ കോണ്ടാക്റ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. പല ആൾക്കാരോടും അടുത്ത് ഇൻട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ കൂടെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ സാധിക്കും. അതായത് ജീവിതത്തിൽ ഇതുവരെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സംസാരിച്ചിട്ടില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുണ്ടായിരുന്ന ഉള്ള ഒരു ഭയം മുഴുവനും ഈ ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളെ സംബന്ധിച്ച് അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് ഈ ഒരു ബിസിനസ്സിൽ ഇൻബിൽറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഏരിയയിലും
ലേണിംഗ്, ധാരാളം അറിവുണ്ടാക്കാനും യാത്രകൾ ചെയ്യാനും ഉള്ള ഓപ്പർച്യൂണിറ്റി ഈ ഇൻഡസ്ട്രിയിലുണ്ട്. അത് ഒരുപക്ഷെ ട്രഡീഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ബിസിനസ്സുകളിലും കിട്ടാത്തതാണ്. അത് കാരണം നമുക്കറിയാം, ലക്ഷങ്ങളും കോടികളും ഒക്കെ ടേൺ ഓവർ ഉള്ള പല ആൾക്കാർക്കും ഒരുപക്ഷെ ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളവരെ സംബന്ധിച്ച് അനായാസം കൈകാര്യം ചെയ്യാവുന്ന ലെവലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എത്തുന്നുണ്ടാവും. അവരുടെ കോൺഫിഡൻസ് ലെവൽ ആ ലെവലിലെത്തും, നോളജ് ലെവൽ ആ ലെവലിൽ എത്തുന്ന കാണാൻ പറ്റും. അവരുടെ കോണ്ടാക്റ്റ് വളരെ കൂടുന്ന കാണാൻ പറ്റും. ആൾക്കാരുടെ മനുഷ്യൻ്റെ സൈക്കോളജി ഏറ്റവും കൂടുതൽ, കാരണം കൂടുതൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് തന്നെ മനുഷ്യനുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കൂടുകയും അവരുടെ പേഴ്സണാലിറ്റി തന്നെ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത് കാണാൻ പറ്റും. നോർമൽ ഒരു ബിസിനസ്സിനകത്ത് ഒരുപക്ഷെ കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഒരു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി ലൈഫിൻ്റെ ക്വാളിറ്റി, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ച് പൈസ അല്ലെങ്കിൽ വരുമാനം, ഇൻകം കിട്ടുക എന്നുള്ളത് കൂടാതെ, അത് നോർമൽ ബിസിനസ്സിൽ ആക്റ്റീവ് ഇൻകം നോർമൽ ബിസിനസ്സിലുണ്ട്. ആ ഇൻകം കൂടാതെ ഇവിടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഹെൽത്തിനെ കുറിച്ചും ലൈഫിനെ കുറിച്ചും ഒക്കെ കുറച്ചുകൂടെ നല്ല കാഴ്ചപ്പാടുണ്ടാകുന്നത് കാണാൻ പറ്റും. കാരണം നമ്മൾ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ ആക്ടിവിറ്റി തന്നെ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതാണെങ്കിൽ എത്ര നല്ല ഇതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം. അപ്പം നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ഒക്കെ നമ്മളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ സാധിക്കുന്നതാണെങ്കിൽ, ഓഫ് കോഴ്സ് പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഡസ്ട്രിയിലും ഒക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച്, കാരണം നമുക്ക് ഒരു കണ്ടിന്യൂസ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ അസോസിയേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള, ഓൾവേസ് പോസിറ്റീവായിട്ടുള്ള, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, ഹെൽത്തിൽ ഒക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അതൊക്കെ ഫോളോ ചെയ്യാനുള്ള ചാൻസസ് കൂടും. അല്ല എങ്കിൽ സാധാരണ, കാരണം നമുക്കെല്ലാവർക്കും തന്നെ അറിയാം അങ്ങനെ, കാരണം ഹെൽത്ത് എന്ന് പറയുന്നത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂ അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഏത് വിഷയം അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ താല്പര്യം നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുമൊക്കെ തന്നെ ഒത്തിരി മാറ്റം ഉണ്ടാക്കാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ വേറെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നോർമൽ ട്രഡീഷണൽ ബിസിനസ്സിൽ മിക്കവാറും എല്ലാ ആൾക്കാർക്കും ഔട്ട്സ്റ്റാൻഡിങ് ധാരാളം രൂപ മാർക്കറ്റിൽ കിടക്കുന്നുണ്ടാവും. ഈ ധാരാളം പണം മാർക്കറ്റിലുള്ളതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും അവർക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ധാരാളമുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട് ഇത് നിർത്തണമെന്ന്, പക്ഷേ നിർത്തിയാൽ മാർക്കറ്റിലുള്ള പൈസ പിരിച്ചെടുക്കുക എന്ന് പറഞ്ഞത് നോർമലി അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് നോർമൽ ഒരു ബിസിനസ്സിൻ്റെ ടേൺ ഓവർ കൂടുന്നതിനനുസരിച്ച് പലപ്പോഴും ഔട്ട്സ്റ്റാൻഡിങ് വരും. കടം കൊടുത്താണ് പല ബിസിനസ്സുകളും പൊളിഞ്ഞു പോകുന്നത്. കാരണം അത് തിരിച്ച് റൊട്ടേഷൻ ഇല്ലാതെ വരികയും ക്യാഷ് ഫ്ലോ ഇല്ലാതെ വരുമ്പോൾ സ്റ്റക്കായി പോവും. ഇങ്ങനെയാണ് പല ബിസിനസ്സുകളും പ്രതിസന്ധിയിലാവാറ്. ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ്, അല്ലെങ്കിൽ അതുപോലെ വലിയ ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം അത്രയും വലിയ എമൗണ്ടിൻ്റെ പ്രോഡക്റ്റുകൾ ട്രാൻസാക്ഷൻ നടത്തേണ്ട ആവശ്യം അധികം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത്രമാത്രം ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് പോകേണ്ട സാഹചര്യം കുറവാണ്. ആ രീതിയിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. വേറെ എടുത്തു പറയാവുന്ന ഒരു അഡ്വാൻറ്റേജ്, ഒരു ട്രഡീഷണൽ ബിസിനസ് ഒരിക്കലും ഒരു പാർട്ട് ടൈം ആയിട്ട് കൊണ്ടുപോകാൻ അത്ര എളുപ്പമല്ല. അതിൻ്റെ ബിൽഡിംഗ് സ്റ്റേജിൽ ഒരു ലെവൽ കടന്ന് അത് സിസ്റ്റമൈസ് ചെയ്ത് ആ ലെവലിൽ ടേൺ ഓവർ എത്തിയതിന് ശേഷം പല ആൾക്കാർക്കും അത് പാർട്ട് ടൈമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. പക്ഷേ അതിൻ്റെ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്ന പ്രോസസ്സിൽ ഒരിക്കലും പാർട്ട് ടൈമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയല്ല. ഒരു നോർമൽ ഒരു ഓൺട്രപ്രണർ നോർമൽ ഒരു മിനിമം 16 മണിക്കൂറിലും വർക്ക് ചെയ്യുന്നുണ്ടാവും. ചില ആൾക്കാർ 20 മണിക്കൂർ 24 മണിക്കൂറും മറ്റും അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യേണ്ടി വരും. ഒരു മിനിമം 16 മണിക്കൂറെങ്കിലും ആ ഒരു ബിൽഡിംഗ് സ്റ്റേജിൽ ഒരാൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്താൽ മാത്രമേ നോർമൽ ഒരു നല്ല ലെവലിലേക്ക് ഒരു ബിസിനസ്സിനെ വളർത്തിയെടുത്തുകൊണ്ട് വരാൻ സാധിക്കുകയുള്ളൂ. കാരണം അവരുടെ മിക്കവാറും ഒരു ഫസ്റ്റ് വൈഫ് തന്നെ ആ ബിസിനസ്സാണെന്ന് കണ്ടാൽ മാത്രമേ മിക്കവാറും നടക്കുകയുള്ളൂ. പലപ്പോഴും ഫാമിലി ഇന്നൊക്കെ മാറി നിൽക്കേണ്ടി വരികയും ഫാമിലി ആയിട്ട് ഉള്ള സമയം ചിലവാക്കാനൊക്കെ പലപ്പോഴും കുറവായിരിക്കും. ധാരാളം ബിസിനസ്സിൽ ഇൻ ആൻഡ് ഔട്ട് അവർ തന്നെയായിരിക്കണം ചെയ്യേണ്ടത്. കാരണം അവിടെ ഒരു സിസ്റ്റമായിട്ടില്ല
എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് ചിലപ്പോൾ കൂടെ ഉണ്ടാവില്ല, എല്ലാ കാര്യങ്ങളും തന്നെയായിരിക്കും ചെയ്യുന്നത്, ആരും സപ്പോർട്ട് ചെയ്യാനില്ല, പല ഏരിയയും പുതിയതായിട്ട് പഠിക്കേണ്ടി വരും. കാരണം അത് ബിസിനസ് ഇവോൾവ് ചെയ്ത് വരണം. ഇനിഷ്യലി നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ ഒരു പ്ലാനോട് കൂടി ഇറങ്ങുന്നു, പലപ്പോഴും അതിൽ കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മളൊരു ബ്ലൂ പ്രിൻ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും പലരും സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും പലപ്പോഴും ബിസിനസ് ഒരു 6 മാസം കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ചിലപ്പോൾ മാറും, 1 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഷേപ്പ് മാറും, ചിലപ്പോൾ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് തന്നെ ചിലപ്പോൾ മാറും, അല്ലെങ്കിൽ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിന് കൂടെ വേറെ പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ തുടങ്ങേണ്ടി വരിക. അത് ഇവോൾവ് ചെയ്ത് വരണം. ആ ഇവോൾവ് ചെയ്യുന്ന പ്രോസസ്സിൽ പൂർണ്ണമായിട്ടും അത് ഹെഡ് ചെയ്യുന്ന ആൾ ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. ഒരു സിസ്റ്റം ഉണ്ടായി ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നിടം വരെ ആ ഓൺട്രപ്രണറുടെ മനസ്സും ശരീരവും അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ അത് വളരുള്ളൂ. അതേ സ്ഥാനത്ത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരെ സംബന്ധിച്ച് ഒരു ഇൻകം ഉണ്ടാകുന്നിടം വരെ, ഒരു അത്യാവശ്യം അവർക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻകത്തിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഇൻകം കിട്ടുന്നിടം വരെ പാർട്ട് ടൈമായിട്ട് ചെയ്യാനാണ് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും ചെയ്യേണ്ടത് ആ രീതിയിലാണ്. അതായത് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകത്തിൻ്റെ ഒപ്പമോ അല്ലെ അതിൻ്റെ ഇരട്ടിയോ ഇൻകം കിട്ടുന്നിടം വരെ പാർട്ട് ടൈമായിട്ട് കൊണ്ടുപോകാൻ അത് സാധിക്കും. അതിന് ശേഷം ഫുൾ ടൈം ആയാലും മതി. അത് ചെയ്യുന്ന ആളുടെയും അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യുന്ന ആളുടെയും കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതേ സ്ഥാനത്ത് അത് ഒരിക്കലും ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ പോസിബിൾ അല്ലാത്ത കാര്യമാണ്. നമ്മളൊരു ട്രഡീഷണൽ ബിസിനസ്സിൽ ഉള്ള വേറൊരു പ്രത്യേകത, അത് കൂടുതൽ ട്രഡീഷണൽ ബിസിനസ്സും ഫിയർ ഓഫ് ലോസിലാണ് വർക്ക് ചെയ്യുന്നത് പലരും. കാരണം അവർക്ക് നഷ്ടസാധ്യത ഓർത്തിട്ടാണ് പല ആൾക്കാരും വർക്ക് ചെയ്യുന്നത്. എല്ലാവരും ആണെന്നല്ല ഞാൻ പറയുന്നത്. പല ആൾക്കാരും ബിസിനസ് നടന്നില്ലെങ്കിൽ നഷ്ടം വരും. കാരണം ഒരു ട്രഡീഷണൽ ബിസിനസ്സിനെ സംബന്ധിച്ച് പ്രോഫിറ്റ് ഉണ്ടായില്ലെങ്കിൽ ലോസ് ഉണ്ടാവും, സിമ്പിളാണ്. കാരണം അല്ലാതെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ പോവുകയല്ല, പ്രോഫിറ്റബിൾ ആയിട്ട് പോകുമെന്നെങ്കിൽ അല്ലെങ്കിൽ ലോസിലേ പോവുള്ളൂ. ഇതിനിടയ്ക്കൊരവസ്ഥയില്ല. അപ്പോൾ പ്രോഫിറ്റബിൾ ആക്കിയേ പറ്റുള്ളൂ. അത് പലപ്പോഴും അല്ലെങ്കിൽ ലോസ് പോലെ നഷ്ടം വരും. അപ്പോൾ ഫിയറിലാണ് പല ആൾക്കാരും ഇനിഷ്യലി അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. മോട്ടിവേഷനേക്കാളും ഫിയർ ഫാക്ടറാണ്. ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ലോണുണ്ട്, അല്ലെങ്കിൽ സ്റ്റാഫുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കണം, മന്ത്ലി റെൻറ്റ് കൊടുക്കണം. ഈ ഒരു സംഭവം എങ്ങനെയെങ്കിലും ബ്രേക്ക് ഈവൻ ആക്കാനുള്ള പ്രോസസ്സിൽ അതിനെക്കുറിച്ചായിരിക്കും അവർ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ചിലപ്പം മറ്റു പല കാര്യങ്ങളും ചിലപ്പോൾ ചിന്തിക്കാൻ തന്നെ ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല. അതേ സ്ഥാനത്ത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമുക്ക് വ്യക്തമായത് വർക്ക് ചെയ്യുന്നവർക്ക് സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടാവണം. കാരണം ഫിയറിലല്ല വർക്ക് ചെയ്യേണ്ടത്, ഇത് മോട്ടിവേഷനിലാണ്. എന്താണ് ഈ ഒരു ഇൻഡസ്ട്രി, അല്ലെങ്കിൽ നമ്മൾ സ്പെയർ ടൈം, നമ്മൾ വീക്കെൻഡ്സ്, സൺഡേയ്സ്, സാറ്റർഡേയ്സ് അല്ലെ ഫാമിലിയായിട്ട് ചിലവാക്കേണ്ട സമയം മാറ്റിവെച്ച് ഈ ഒരു പ്രവർത്തനത്തിൽ ഇൻവോൾവ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്യക്തമായ ക്ലാരിറ്റി എന്താണ് ഇതിൽ കൂടെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നേടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മറിച്ച് ട്രഡീഷണൽ ബിസിനസ്സിൽ അതിനെക്കുറിച്ചുള്ള ധാരണയേക്കാൾ കൂടുതൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ്, അവരുടെ ലോസ്, അവരുടെ മന്ത്ലി ബ്രേക്ക് ഈവൻ എത്താനായിട്ട് എത്രയാണ്, ഇതിനെക്കുറിച്ചായിരിക്കും അതിനകത്ത് ചിന്തിക്കേണ്ടെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എന്താണ് ഇതിൽ കൂടെ ഭാവിയിൽ നേടാൻ ആഗ്രഹിക്കുന്നത് അതിനെ ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. അത് മതി എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതൊരിക്കലും ട്രഡീഷണൽ ബിസിനസ്സിൽ പലപ്പോഴും ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അഡ്വാൻറ്റേജ്. ബാക്കി ട്രഡീഷണൽ ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഞാൻ എപ്പോഴും ഇതിനെ നോക്കിക്കാണുന്നത് ഒരു പ്യുവർ ബിസിനസ് ആയിട്ട് തന്നെയാണ്. ആ ബിസിനസ്സിനെ ആ ലെവലിൽ കാണുന്ന ഒരാൾ മാത്രമേ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വളരുള്ളൂ. ഇതും ഒരു ബിസിനസ്സാണെന്നും കാരണം മറ്റു പല ആൾക്കാരും ഇൻവോൾവ് ആയിരിക്കാം. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചിലപ്പം നിങ്ങളുടെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ടാവാം. നമ്മളുടെ കെയർ ഓഫിൽ ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ള വേറെ ആൾക്കാരുണ്ടാവാം. പക്ഷെ ആരാണോ അതിൻ്റെ ഓണർഷിപ്പ് എടുത്ത് മറ്റാരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ ഈ സംഭവം എൻ്റെ ബിസിനസ്സാണ് എന്ന് മനസ്സിലാക്കി ഡേ 1 ഓൺവേർഡ്സ് റെസ്പോൺസിബിലിറ്റി എടുത്ത് മൂവ് ചെയ്യുന്ന ആരാണോ, നോർമൽ ഒരു ബിസിനസ്സിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഡേ 1 ഓൺവേർഡ്സ് എന്നല്ല, അതിനേക്കാൾ മുമ്പ് തന്നെ. കാരണം ഇതിനെക്കുറിച്ചൊരു ആശയം തന്നെ ചിന്തിച്ച് എത്ര കാലം നടന്നതിന് ശേഷമായിരിക്കും ഒരു ബിസിനസ്സിൻ്റെ ഇനാഗുറേഷൻ വെക്കുന്നത്. അപ്പോൾ അത് ഡേ 1 മുമ്പ് തന്നെ ഓണർഷിപ്പ് എടുത്തിട്ടുള്ള ഒരാൾ മാത്രമേ ഒരു എൻ്റർപ്രണറായിട്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ. ഇവിടെ നേരെ തിരിച്ച് ഡേ 1 ഓൺവേർഡ്സ് ഓണർഷിപ്പ് ഏറ്റെടുത്ത് എൻ്റെ ബിസിനസ്സാണ്, ഞാൻ വളർത്തേണ്ടതാണ്. മറ്റുള്ള പല ആൾക്കാരും അതുകൊണ്ട് ബെനിഫിഷ്യറീസ് ഉണ്ടാവാം, അത് ഒബ്വിയസ്ലി ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ബ്യൂട്ടി.
ഇനി എല്ലാം പോസിറ്റീവാണോ ഈ ഇൻഡസ്ട്രിയിൽ? ഒരിക്കലുമല്ല. ഈ ഇൻഡസ്ട്രിയിലും നെഗറ്റീവായിട്ടുള്ള വശങ്ങളും ഉണ്ട്. അത് എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് ഗ്രോ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആവശ്യം. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയല്ല, അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? കാരണം ഇതിനകത്ത് മാർക്കറ്റിംഗ് പ്ലാൻ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കമ്പനി ഫൗണ്ടേഴ്സിൻ്റെ എത്തിക്സും പ്രിൻസിപ്പിൾസും ആണ് ഏറ്റവും പ്രധാനമായിട്ടും അതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം. പല ആൾക്കാരും ഈ ഞങ്ങളുടെ മാർക്കറ്റിംഗ് പ്ലാൻ പെട്ടെന്ന് പൈസ തരുന്നതാണ്, അല്ലെ ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ വലിയ കാറ് വാങ്ങി, അല്ലെ വലിയ അച്ചീവ്മെൻറ്റ് നടത്തി, ഇതൊക്കെ പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. ധാരാളം ഹൈപ്പ് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ കാറ് വാങ്ങിയത് കൊണ്ടോ, അല്ലെ ആരെങ്കിലും ഒരാൾ വലിയ ഒരു നേട്ടം ഉണ്ടാക്കിയത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മളെ മാർക്കറ്റിംഗ് പ്ലാനാണ് ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റിംഗ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിനെയൊന്നും ബേസ് ചെയ്തല്ല ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്പനി ഫൗണ്ടേഴ്സിൻ്റെ വാല്യൂസും പ്രിൻസിപ്പിൾസും. കാരണം അത് റോങ് ആണെങ്കിൽ ബാക്കി എന്ത് ഉണ്ടായാലും കാര്യമില്ല, അത് എനി ടൈം ചേഞ്ച് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതായത് മാർക്കറ്റിംഗ് പ്ലാൻ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് വേണം നാളെ കുറയ്ക്കാം, ഇപ്പോൾ ഉള്ളതിനേക്കാൾ നാളെ വേണേൽ കൂട്ടാമെന്നുള്ളതേ ഉള്ളൂ. അത് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമല്ല മാർക്കറ്റിംഗ് പ്ലാൻ. അതെപ്പം വേണേലും ഈ ഫൗണ്ടേഴ്സിന് മാറ്റാവുന്നൊരു സാധനമേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റിംഗ് പ്ലാനിനേക്കാളും പ്രോഡക്റ്റ് ഓഫ് കോഴ്സ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കണം, ഉള്ള ഇൻഡസ്ട്രി ആയിരിക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഞാൻ പറഞ്ഞു കമ്പനി ഫൗണ്ടേഴ്സ്, അവരുടെ ട്രാക്ക് റെക്കോർഡ്, അവരിതിനു മുമ്പ് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ വളരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. എത്ര വർഷമായി കമ്പനി ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ആ കമ്പനി തുടക്കുന്നതിന് മുമ്പ് അവരെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്, ഇതൊക്കെ ശരിയായ രീതിയിൽ. കാരണം ഇതൊരു ലോങ് ടൈം പാർട്ട്ണർഷിപ്പാണ്. ഇനിഷ്യലി വളരെ ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നെങ്കിലും ഒരു സ്റ്റേജ് കഴിഞ്ഞ് മുകളിലേക്ക് വരുന്ന സമയത്താണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ഉള്ള പാർട്ട്ണർഷിപ്പ് നമ്മൾ ഉണ്ടാവേണ്ടി വരുന്നത്. കമ്പനിയുടെ മാനേജ്മെൻറ്റും സീനിയർ ലീഡർ ടീമും നമ്മളുമായിരിക്കും ഇതിനകത്ത് പാർട്ട്നേഴ്സായിട്ട് വരുന്നത്. അതിനകത്ത് ആ ലെവലിൽ എത്തുന്ന സമയത്ത്, അല്ലെ അവിടം വരെ വർക്ക് ചെയ്ത് എത്തിയതിന് ശേഷം പലപ്പോഴും ഇത് നമ്മൾ ഉദ്ദേശിച്ചിരുന്നല്ല എന്ന് മനസ്സിലാക്കിയാൽ വളരെ വൈകിപ്പോവും. കാരണം നമ്മൾ എഫേർട്ട് ഇട്ട് നമ്മുടെ അധ്വാനമാണ്, നമ്മുടെ ഫേസ് വാല്യൂ, നമ്മുടെ അധ്വാനമാണ് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ സമയവും നമ്മുടെ ഫേസ് വാല്യൂ, നമ്മുടെ ക്ലോസ് സർക്കിളും നമ്മളെ അറിയാവുന്ന ആൾക്കാരുടെ ആയിരിക്കും നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ റോങ് ആയിട്ടുള്ള കമ്പനിയുടെ കൂടെയോ, അല്ലെങ്കിൽ ഒരു മണി ചെയിൻ കമ്പനിയോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമോ, അല്ലെ ലീഗലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണെങ്കിൽ തന്നെ അതിൻ്റെ ഫൗണ്ടേഴ്സും എത്തിക്സും പ്രിൻസിപ്പിൾസും ഒന്നും കീപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരും അല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് നാളെ നമുക്ക് ചലഞ്ചായിട്ട് വരും. അത് വർഷങ്ങൾക്ക് ശേഷം ഒരു ചെടി വെച്ച് വളർത്തി വലുതാക്കി, വർഷങ്ങൾ അതിന് വെള്ളം കോരി വളമിട്ട് വളർത്തി വലുതാക്കി അത് കായ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെ ശരിക്കുള്ള ഫ്രൂട്ട്സ് എൻജോയ് ചെയ്യേണ്ട സമയത്താണ് അറിയുന്നത് അത് അല്ല അതിൻ്റെ പഴം കഴിക്കാൻ കൊള്ളില്ലാത്തതാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്ന് പറയുന്നിടത്തെ ഒരവസ്ഥ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി മനസ്സിലാക്കി ഈ ഇൻഡസ്ട്രിയെ മനസ്സിലാക്കി പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ. കാരണം ഇതിനകത്ത് ഹൈപ്പ് വളരെ പല ആൾക്കാർ ഹൈപ്പ് ഉണ്ടാക്കുന്ന കമ്പനികളും ഹൈപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരുമൊക്കെ ഇതിനകത്ത് ഒത്തിരി ധാരാളം ഉണ്ടാവും. വളരെ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു ഏരിയയാണ്. ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വിഷയം. പിന്നെ അൺനെസസറി ആയിട്ടുള്ള ഓവറായിട്ടുള്ള പർച്ചേസ്, പ്രൊഡക്റ്റ് ഡംപിങ്, ഇതൊക്കെയാണ് ഈ ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നത്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അച്ചീവ്മെൻറ്റിന് വേണ്ടി അനാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിപ്പിക്കുക, മറ്റുള്ള ആൾക്കാരെ അതിന് പ്രേരിപ്പിക്കുക, ഇതൊക്കെയാണ് പല ആൾക്കാരും മറ്റുള്ള ടീമിലുള്ള ആൾക്കാരെ കൊണ്ട് അത് അങ്ങനത്തെ കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സമയത്താണ് പലപ്പോഴും ടീമിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെയാണ് വ്യക്തമായൊരു ക്ലാരിറ്റിയോട് കൂടി നമുക്ക് പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കമ്പനി അതെല്ലാം തുടങ്ങുന്നത്, ഈ അണത്തിക്കൽ പ്രാക്ടീസൊക്കെ പലപ്പോഴും തുടങ്ങുന്നത് കമ്പനി നല്ല സീനിയർ ലെവലിൽ നിന്നായിരിക്കും. കാരണം അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി ആണ് പോകുന്ന, അല്ല കമ്പനിയുടെ ഭാഗത്തുനിന്ന്
തുടങ്ങി. കാരണം നമ്മളെപ്പോഴും അണത്തിക്കൽ ആയിട്ടുള്ള എപ്പോഴും ശ്രദ്ധിക്കുക, എല്ലാ കമ്പനിക്കും ജെന്യുവൻ ആയിട്ടുള്ളൊരു കമ്പനി ആണെങ്കിൽ എല്ലാ ആൾക്കാരും സെയിം ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടെ നിന്ന് ബോട്ടം ലെവലിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെ ആണോ ചെയ്യുന്നത്? അല്ല അൺനെസസറി ആയിട്ടുള്ള ഹൈപ്പ് ഉണ്ടാകുന്നുണ്ടോ, അൺനെസസറി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡംപിങ്, അല്ലെ അണത്തിക്കൽ പ്രാക്ടീസസ് ഗ്രൂപ്പിലുണ്ടാവുക, ഇതൊക്കെയാണ് ഇതിനകത്തെ ചലഞ്ചസ്. അത് വ്യക്തമായ ധാരണയോടുകൂടി ആയിരിക്കണം ഇതിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് വരാനായിട്ട്. ഇന്ന് ധാരാളം ആൾക്കാർ ഈ ഒരു ഇൻഡസ്ട്രിയെ കാരണം മറ്റ് പല ഇൻഡസ്ട്രികളോ അല്ലെങ്കിൽ ധാരാളം ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു, ധാരാളം റീറ്റെയിലൊക്കെ തന്നെ പല പ്രശ്നങ്ങളും വളരെ സ്ട്രഗ്ലിംഗ് ആണ്, പല ഇൻഡസ്ട്രികളും സ്ട്രഗ്ലിംഗ് ആണെങ്കിൽ പോലും ഈ ഇൻഡസ്ട്രി വളരെ ഗ്രോയിങ് ഫേസിലാണ്. പക്ഷേ ഇന്ന് മാർക്കറ്റ് കുറച്ചുകൂടെ മച്ചുവേർഡാണ്. നേരത്തെയൊക്കെ ഇവിടെ ഈ ഇൻഡസ്ട്രി വന്നത് ഒരു 98, 95 ആ സമയം മുതലാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഇൻഡസ്ട്രി കുറച്ചുകൂടെ മച്ചുവേർഡായി. കാരണം അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ കണ്ട് ഇത് ശരിയായ രീതിയിൽ ഇൻഡസ്ട്രി എന്താണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്താണ്, കമ്പനികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇനിയുള്ള സ്റ്റാർട്ട് ശരിയായ രീതിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ബിസിനസ്സുകാർ ബിസിനസ്സായിട്ട് തന്നെ സീരിയസ് ആയിട്ട് എടുത്ത് വരാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മറ്റ് ഇൻഡസ്ട്രികളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഉള്ള ഫ്യൂച്ചർ വളരെ, അതായത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വളരെ മച്ചുവേർഡ് ലെവൽ, മാർക്കറ്റ് മച്ചുവേർഡായെന്ന് പറയാൻ പറ്റും. ഈ ലെവലിൽ വരുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ശ്രദ്ധിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചറാണ് മുമ്പോട്ടുള്ളത്. കാരണം ഈ ഇൻഡസ്ട്രി അതിവേഗതയിൽ ഗ്രോ ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കമ്പനികളെല്ലാം തന്നെ കസ്റ്റമറിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് അവരെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമറിലേക്ക് എത്തുക, ആ കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യുക, ഇതാണ് നോർമലി എല്ലാ കമ്പനികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ഇൻഡസ്ട്രിക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജാണ് ഇത്രയും ആൾക്കാരിലേക്ക് നേരിട്ട് ചെല്ലുകയും ഹൈ പെനട്രേഷനാണ്. കാരണം ഓരോ ആൾക്കാരും വീടാന്തരം കയറി അല്ലെങ്കിൽ അത്രയും ഡയറക്റ്റായിട്ട് ആൾക്കാരിലേക്ക് ഇത് എഡ്യൂക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പെനട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കമ്പനികളെ സംബന്ധിച്ച് കസ്റ്റമർ അക്വിസിഷനും കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യുന്നതും ഇതിനകത്ത് മറ്റേത് ഇൻഡസ്ട്രിയേക്കാളും എളുപ്പമാണ്. ജെന്യുവൻ ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുന്ന എത്തിക്സും പ്രിൻസിപ്പിൾസും കീപ്പ് ചെയ്ത് പോകുന്ന കമ്പനികളുടെ കൂടെയും മാനേജ്മെൻറ്റിൻ്റെ കൂടെയും ടീമിൻ്റെ കൂടെയും ഒക്കെ ഉള്ളവരെ സംബന്ധിച്ച് വളരെ വലിയ ഭാവി ഈ ഇൻഡസ്ട്രിയിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതൊരു ബിസിനസ്സിനെ പോലെ തന്നെ ഈ ബിസിനസ്സും വളരെ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവണം എന്നുള്ളതാണ്. പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യാം, പക്ഷേ ഒരു ഫുൾ ടൈം ആറ്റിറ്റ്യൂഡ് ഇതിനോട് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇത് വലിയ ലെവലിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഒരിക്കൽ ശരിയായ രീതിയിലാണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ ഒരു റെസിജ്വൽ ഇൻകം, ഓൺഗോയിങ് ഇൻകം ഇതിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ഒരു ദിവസം കൊണ്ട് സംഭവിപ്പിക്കാവുന്നതല്ല, ഓവർ എ പീരീഡ് ഓഫ് ടൈം സംഭവിക്കുന്നതാണ്. അതിന് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അത് നാച്ചുറലായിട്ട് സംഭവിക്കേണ്ട കാര്യമാണ്. അത് തീർച്ചയായിട്ടും സംഭവിക്കും, നല്ല ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച്.